ഭാരതീയർ ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന ആ ചരിത്ര മുഹൂർത്തം, കാശ്മീർ എന്ന ഭൂമിയിലെ സ്വർഗം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ സുപ്രധാന തീരുമാനം ഇനി വളരെ അകലെയല്ല എന്നതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാക് അധീന കാശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ കഴിയാതെ പാകിസ്ഥാൻ പൂർണ്ണമായും മുട്ടുമടക്കി കഴിഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്ത്യക്ക് ഒരു യുദ്ധം പോലും ചെയ്യേണ്ടി വരില്ലെന്നും പാകിസ്ഥാൻ തന്നെ ഒടുവിൽ ഈ പ്രദേശം ഇന്ത്യക്ക് കൈമാറാൻ നിർബന്ധിതരാകുമെന്നുമാണ് പ്രമുഖ പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സ്വന്തം ജനതയുടെ അതിശക്തമായിട്ടുള്ള ആഭ്യന്തര വിപ്ലവത്തിന് മുന്നിലും ഭാരതത്തിന്റെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിലും അടിപതറി നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെയാണ് അഭിമുഖീകരിക്കുന്നത്. പ്രതിരോധ വിശകലന വിദഗ്ധൻ ലഫ്റ്റനന്റ് കേണൽ JS സോധി വ്യക്തമാക്കുന്നതനുസരിച്ച് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് പാകിസ്ഥാനെതിരെ കടുത്ത രോഷത്തിലാണ്. ഇതിനു മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ആയിരക്കണക്കിന് ആളുകളാണ് നീതി ആവശ്യപ്പെട്ട് അവിടെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. POKയിലെ ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും അവർക്കുള്ള ഭക്ഷണം, മരുന്ന്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ വിച്ഛേദിച്ചും പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ സൈന്യം ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളാണ് നടത്തുന്നത്. എന്നാൽ ഈ ക്രൂരതകൾ പാകിസ്ഥാനോടുള്ള വിദ്വേഷം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. ഇതോടെ ഗതികെട്ട ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തന്നെ ഭാരതത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1991 ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 സ്വതന്ത്ര രാജ്യങ്ങളായി ശിഥിലമായതുപോലെ പാകിസ്ഥാനും ആഭ്യന്തരമായി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെയോ തോക്കിൻ മുനയിലൂടെയോ ഇനി ഒരിക്കലും പാക് അധീന കാശ്മീരിനെ ഒപ്പം നിർത്താൻ പാകിസ്ഥാന് കഴിയില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് പീഡിപ്പിക്കുന്ന പാക് ഭരണകൂടത്തോട് അവർക്ക് പൂർണ്ണമായ വിദ്വേഷമാണ്. തങ്ങൾ എത്രയും വേഗം ഭാരതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവിടുത്തെ ജനങ്ങൾ പലതവണ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ പാകിസ്ഥാൻ ഈ പ്രവിശ്യ ഉപേക്ഷിക്കേണ്ടി വരുന്നത് കേവലം സമയത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഇതിനൊപ്പം ഭാരതം സ്വീകരിച്ച കടുത്ത നയതന്ത്ര നിലപാടുകൾ പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. സിന്ധു നദീജല കരാർ ഇന്ത്യ അടുത്തിടെ നിർത്തിവെച്ച നടപടി പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണമോ വസ്ത്രമോ തൊഴിലോ നൽകാൻ കഴിയാത്ത പാക് ഭരണാധികാരികൾക്ക് പൂർണ്ണമായും തങ്ങളെ വെറുക്കുന്ന കാശ്മീരിലെ ജനങ്ങളെ നിയന്ത്രിക്കുക എന്നത് ഇനി ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അധർമ്മത്തിന്റെ വഴിയിലൂടെ ഭാരതത്തിന്റെ മണ്ണ് തട്ടിയെടുത്ത പാകിസ്ഥാൻ ഇന്ന് സ്വന്തം കർമ്മഫലം അനുഭവിച്ചു തീർക്കുകയാണ്. തീവ്രവാദത്തെ വളർത്തിയ ഒരു പരാജയപ്പെട്ട രാജ്യം അതിന്റെ തകർച്ചയുടെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഭാരതത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും ലോകത്തിന് മുന്നിൽ കൂടുതൽ ശക്തമായി തെളിയുകയാണ്. കാശ്മീരിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ഈ ധീരമായിട്ടുള്ള പോരാട്ടം പാകിസ്ഥാന്റെ പതനം പൂർണ്ണമാക്കുമെന്നും ജന്നത്തി കാശ്മീർ വൈകാതെ തന്നെ പൂർണ്ണമായും ഭാരതമാതാവിന്റെ മടിത്തട്ടിലേക്ക് തിരികെ എത്തുമെന്നും ഉറപ്പാണ്. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ സുപ്രധാന തീരുമാനം വന്നെത്തുന്ന ചരിത്ര നിമിഷത്തിനായി രാജ്യം ഇപ്പോൾ വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള.